ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം 10 ദിവസം പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇറാനെ കീഴടക്കാൻ കഴിയാത്ത അമേരിക്കയാണ്, യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന അമേരിക്കയാണ്. ഇപ്പോഴിതാ ഇറാന് ഒരു പുതിയ മുഖം വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്താബ് അയത്തുള്ള അലി ഖമേനി നേതാവായി വരുമ്പോൾ വെല്ലുവിളികൾ ഏറെയാണ്. പക്ഷേ ഒരു കാര്യം പറയാം, അതായത് ഇത്രയും നേതാക്കൾ മരിച്ചാലും അല്ലെങ്കിൽ ഇത്രയും മനുഷ്യർ അവരുടെ സ്ഥലത്ത് മരണപ്പെട്ടാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല, ആ യുദ്ധം അവസാനിപ്പിക്കുന്നതാണെന്ന് ഇറാൻ പറയുമ്പോഴും അതിനെ ഒരു തെളിവ് എന്ന് വേണം പറയാൻ ഈ ഒരു നേതാവിനെ അവർ ഇറക്കുന്നത്. കാരണം ഈ പരമോന്നത നേതാവിൻ്റെ മകനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് എതിരെയുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് അത്ര ചെറുതല്ല എന്നും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. അപ്പൊ ഇത്തരം ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് വരുമ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളികളുണ്ട്. പക്ഷേ മറുവശത്ത് അമേരിക്ക ഏകദേശം ഒതുങ്ങുന്ന രീതിയിലേക്ക് മാറുകയാണ്. യുദ്ധം എങ്ങനെയായിരിക്കും ഇനി ഉണ്ടാവുക? രേഷ്മ, ഇതിൽ അമേരിക്കയുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് അമേരിക്കയ്ക്കും ട്രംപിനും ഇസ്രായേലിനും തിരിച്ചടികളുടെ ബഹളമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ അമേരിക്കയിൽ കൊടുത്ത ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഞങ്ങൾ ഉടൻ തന്നെ ഈ യുദ്ധം നിർത്താൻ പോവുകയാണ്, ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്, ഏറെക്കുറെ 3000-ഓളം ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, അയത്തുള്ള അലി ഖാംനെയെ വധിച്ചു, 40ഓളം പരമാധികാരികളായിട്ടുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന പല ആളുകളെയും വധിച്ചു. അപ്പോൾ വലിയ യുദ്ധനേട്ടം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഈ യുദ്ധം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്, അധിക ദിവസം നീളില്ല എന്ന തരത്തിൽ ട്രംപ് ഒരു പ്രസ്താവന നടത്തി. സത്യം പറഞ്ഞാൽ ഇനിയും നീണ്ടുപോയാൽ എണ്ണവില കൂപ്പുകുത്തുമെന്നും അല്ലെങ്കിൽ എണ്ണവില കുതിച്ചു ഉയരുമെന്നും ഡോളറിൻ്റെ മൂല്യം കൂപ്പുകുത്തുമെന്നും ആഗോള തലത്തിലൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുമെന്നും അതിൻ്റെ പരമപ്രധാനമായ കാരണക്കാരൻ താനായിരിക്കുമെന്ന് ലോകം വിലയിരുത്തുമെന്നും ട്രംപിന് നന്നായി അറിയാം. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു വലിയ മാന്ദ്യമുണ്ടായാൽ ഇപ്പോൾ തന്നെ സാമ്പത്തികമായി പല തകർച്ചകളെയും നേരിടാൻ ഒരുങ്ങുന്ന അമേരിക്കയായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളടക്കം ഗൾഫ് രാജ്യങ്ങളടക്കം ട്രംപിനെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുമെന്നും ഒക്കെയുള്ള ബോധ്യം ട്രംപിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് വിചാരിച്ചത് ഒറ്റയടിക്ക് ഇതങ്ങ് തീർത്തിട്ട് ജയിച്ചതെന്നും പറഞ്ഞ് ഇറാനിൽ പുതിയ ഭരണകൂടത്തെയും സ്ഥാപിച്ച് ഇറാനിലെ ജനങ്ങൾ മുഴുവൻ അയത്തുള്ള അലി ഖാംനെയെ തള്ളിപ്പറഞ്ഞ് അമേരിക്ക നിശ്ചയിക്കുന്ന ഭരണാധികാരിയെ, അതായത് ഷാ ഭരണകൂടത്തിൻ്റെ പിന്തുടർച്ചക്കാരെയൊക്കെ ഏറ്റെടുക്കുമെന്നൊക്കെയായിരുന്നു ട്രംപ് കരുതിയിരുന്നത്. നെതന്യാഹുവിനും ഏതാണ്ട് അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു. എത്ര അടിച്ചാലും ഇസ്രായേലിനൊന്നും പറ്റില്ല എന്ന നിലയിലൊക്കെ വലിയ ഓവർ കോൺഫിഡൻസ് നെതന്യാഹുവിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും ഒന്നും ഒരു പാശ്ചാത്യ ശക്തിക്ക് മുമ്പിൽ അടിയുറവ് പറയേണ്ടതില്ല എന്ന് ഇറാനിലെ ജനങ്ങൾ പരിപൂർണമായി തീരുമാനിക്കുകയാണ്. അതോടുകൂടി അവിടെ പുതിയ ഭരണാധികാരിയെ നിയമിക്കുകയാണ്. അതിലൊന്നും ആർക്കും അവിടെ ഒരു കുഴപ്പവുമില്ല. വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് അയത്തുള്ള അലി ഖാംനെയുടെ മരണം സന്തോഷകരമാണ് എന്ന രീതിയിലൊക്കെ അവിടെ പ്രതികരിച്ചിട്ടുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും, അതായത് ഒരു 95% ആളുകളും ഇറാനിൽ ആ ഭരണത്തോടൊപ്പം നിൽക്കുന്നു. അത് ഈ പറയുന്ന ഇസ്ലാമിക ഭരണത്തോടുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരം അത് പാശ്ചാത്യ ശക്തികൾ കവർന്നെടുത്താൽ നാളെ അവരുടെ രണ്ടാം പൗരന്മാരായിട്ട് ഗതികെട്ട് അടിമ ജീവിതം നയിക്കേണ്ടി വരുമെന്നുള്ള ഭീതി ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കുണ്ട്. അതായത് അമേരിക്ക നിയന്ത്രണം ഏറ്റെടുക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടും, സ്ത്രീ സുരക്ഷ കിട്ടുമെന്നൊക്കെയാണ് ഇവിടെയുള്ള കുറേ വിഡ്ഢികൾ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ അവർക്കറിയാം, ഏതൊരു രാജ്യത്തെ ജനങ്ങൾക്കും അറിയാം, തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരം മറ്റൊരു രാജ്യം ഏറ്റെടുത്താൽ അത് കോളനിവൽക്കരണത്തിലേക്കോ രണ്ടാം പൗരന്മാരാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും അത് അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിന്, ഇസ്ലാമിക ഭരണകൂടത്തിന് വലിയ തോതിൽ പിന്തുണ വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് അമേരിക്കയുടെ കണക്കുകൂട്ടലുകളിൽ സംഭവിച്ച ഏറ്റവും വലിയ പിഴവ്. അതുപോലെ തന്നെ വളരെ നയതന്ത്രപരമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ പോകുന്നത്. കാരണം അമേരിക്ക ആദ്യം പറഞ്ഞത് ഈ അയത്തുള്ള അലി ഖമേനിയുടെ മകനെ ഞങ്ങൾ വധിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഇറാൻ ഫുള്ള് കീഴടക്കും എന്നുള്ള വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഈ പുടിനുമായിട്ടുള്ളൊരു ഫോൺ സംഭാഷണത്തിന് ശേഷം പിന്നീട് അതിനെപ്പറ്റി പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യുദ്ധം അവസാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു തരത്തിൽ യുദ്ധം അവസാനിച്ചോ? ഇപ്പം ഈ ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിച്ചെന്ന് പറയുമ്പോഴും ഇറാന്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം യുദ്ധം അവസാനിപ്പിക്കുന്നതാണെന്ന് ഇറാൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ ഭാവി എന്താണ്?
അല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ടെലിവിഷൻ അഭിമുഖത്തിൽ യുദ്ധം ഉടൻ തീരുമെന്ന മട്ടിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ കുതിച്ചുയർന്ന എണ്ണവില പെട്ടെന്നൊന്ന് കുറയുന്ന സാഹചര്യമുണ്ടായി. യുദ്ധം അവസാനിക്കാൻ പോവുകയാണെന്ന പ്രതീക്ഷ എല്ലായിടത്തും കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് പരന്നു. പക്ഷേ എന്താ പെട്ടെന്ന് സംഭവിച്ചത്? അതിനുശേഷം ട്രംപ് പോയത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മീറ്റിങ്ങിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ല, നിങ്ങൾ യുദ്ധം നിർത്താൻ പോവുകയാണ് എന്നൊരു പറച്ചിൽ കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് നേരെ തിരിഞ്ഞു, നേരെ നിലപാട് മാറ്റി. ട്രംപ് പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, യുദ്ധം എത്ര നാൾ നീളുമെന്ന് എനിക്കറിയില്ല, യുദ്ധം അനന്തമായി നീണ്ടേക്കാം, യുദ്ധം വളരെ കടുത്തതാണ്, അത് ഭയങ്കര ടൈറ്റായിട്ട് പോവുകയാണ്, അപ്പോൾ അത് എന്നാണ് അവസാനിക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ട്രംപ് നിലപാട് മാറ്റി. ഇപ്പോൾ പറയുന്നത് ട്രംപിന് തന്നെ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഇസ്രായേലിനെതിരായ ഭീഷണി എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് ഈ യുദ്ധം ആരംഭിച്ചതെന്നാണ് ട്രംപൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിന് വലിയ ഭീഷണിയാണ്. ക്ലസ്റ്റർ ബോംബുകൾ ടെല്ലവീവിലെ പല ഭാഗത്തും വീണ് തകരുന്നതിൻ്റെ ദൃശ്യങ്ങൾ, അവിടെ വലിയ സ്ഫോടനങ്ങളും ബിൽഡിങ്ങുകൾ തകരുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലും ടെലഗ്രാമിലും ഒക്കെ വരുന്നുണ്ട്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരേ സമയം 15-20 ഇടങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ, അതുപോലെ തന്നെ ഏറ്റവും കൂടിയ മിസൈലുകൾ, ഇറാൻ്റെ പക്കലുള്ള ഇതുവരെ നമ്മളൊക്കെ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷി കൂടിയ മിസൈലുകളൊക്കെ ആയിട്ട് ഇറാൻ കളം നിറയുകയാണ്. അപ്പോൾ ഇറാൻ ആദ്യഘട്ടത്തിൽ എന്തൊക്കെയാണ് അമേരിക്ക ചെയ്യുന്നത്, ഇസ്രായേൽ ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുകയും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ മരണത്തിന് ശേഷം ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലയിൽ കടന്നാക്രമണം നടത്തുകയും ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇറാൻ പറയുന്നത് നോക്കുക, ഈ യുദ്ധം ഇനി എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. എന്നാണ് ഇത് തീരുകയെന്ന് ഞങ്ങളാണ് പറയുക എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഇനി ഈ യുദ്ധത്തിൽ ഒന്നും ചെയ്യാനില്ല. വെറുതെ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കാം, ഇറാനിൽ കുറേ ബോംബിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഈ യുദ്ധത്തിലൂടെ ഒരു നേട്ടമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ ഗതി മാറ്റി നിങ്ങളിങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഈ യുദ്ധം നിർത്താമെന്ന് പറയാനുള്ള ഒരു സ്പേസ് അമേരിക്കയ്ക്ക് ഇറാൻ കൊടുക്കുന്നില്ല. നിങ്ങൾ നിർത്തുകയോ നിർത്താതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ ശക്തമായി അടിക്കും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. അദ്ദേഹം ഇന്നലെ ഇറാനിയൻ പ്രസ് ടിവിക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നത്, 30 വർഷമായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധരീതികളും പാറ്റേണുകളും ഞങ്ങൾ പഠിച്ച് ഗവേഷണം നടത്തി അതിനുള്ളൊരു മറുപടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇനി ടെഹ്റാൻ നിങ്ങൾ പൂർണ്ണമായി തകർത്താലും വേണ്ടില്ല, അമേരിക്കയ്ക്കിട്ടുള്ളത് കിട്ടും എന്ന് അദ്ദേഹം വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെടുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്ന് കണ്ടിട്ട് തന്നെയാണ് രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി തന്നെ ആയത്തുള്ള അലി ഖാംനെയി അവിടെ പരമോന്നത നേതാവായി അമേരിക്കയോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിന്നതെന്ന്. ഇപ്പോൾ ഇറാൻ ഭീരുക്കളാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഖാംനെയി പേടിച്ചൊളിച്ചു, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എന്നൊക്കെ പറഞ്ഞ് പല കഥകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ചോദിക്കാനുള്ളത്, അങ്ങനെ പറയുന്നവരോട് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ഇസ്രായേലൊക്കെ ചെയ്യുന്നത് പോലെ ട്രംപിൻ്റെ ഷൂ നക്കി അല്ലെങ്കിൽ ട്രംപിൻ്റെ കാലിൽ വീണ് അങ്ങ് കിടന്നാൽ പോരായിരുന്നോ? ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കാലെ പിടിച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ലാതെ ഖാംനെയ്ക്ക് ഭരിച്ചുകൂടായിരുന്നോ? അപ്പോൾ അതല്ല, ഇറാൻ ശക്തമായി പോരാടാൻ തീരുമാനിച്ച് തങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും അടിയറ വയ്ക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ധീരമായ തീരുമാനങ്ങളെടുത്താണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മുജ്തബ ഖംനെയി, അദ്ദേഹമാണ് അടുത്ത പരമാധികാരിയെന്ന് അല്ലെങ്കിൽ പരമോന്നത നേതാവെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഒരു പക്ഷേ വേണമെങ്കിൽ ഇറാൻ അത് പ്രഖ്യാപിക്കാതിരിക്കാമായിരുന്നു, അദ്ദേഹത്തെ സേഫ് ഗാർഡ് ചെയ്യണമെങ്കിൽ. പക്ഷേ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണെന്നേ. അതാണ് ഇറാൻ്റെ ഒരു രീതി. അതാണ് ശരിക്കും അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അമേരിക്കയെ വല്ലാത്ത രീതിയിൽ കുഴപ്പിക്കുന്നത്. എന്തു ചെയ്യും ഇനി എന്നുള്ളത് സംബന്ധിച്ച് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധികളുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നു, 1 ലിറ്റർ എണ്ണ പോലും ഇനി ഇതിലെ പോകാൻ സമ്മതിക്കില്ല എന്നാണ് IRGC ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. അപ്പോൾ അമേരിക്ക പറയുന്നു, ഞങ്ങളുടെ നാവികസേന അങ്ങോട്ടേക്ക് വരും, ഞങ്ങളുടെ കപ്പലുകൾ വരും, ഞങ്ങൾ അവിടെ പിടിച്ചെടുക്കുമെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ? ഇപ്പോൾ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? ഈ കപ്പൽ എവിടെ പോയി? ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് അടച്ചിട്ട് ഇപ്പോൾ 4-5 ദിവസമായില്ലേ, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്ക പറയുന്നത് പോലെ അതിലേ പോകുന്ന എണ്ണക്കപ്പലുകൾക്ക് പിന്തുണ കൊടുക്കാൻ ഈ അമേരിക്കയുടെ പടക്കപ്പലുകൾ പോയാൽ പോരായിരുന്നു? എന്താ പോകാത്തത്? ആ കപ്പലുകളൊക്കെ പോയി, അതൊക്കെ വേറെ വഴിക്ക് പോയി. അതായത് ആ കപ്പലുകളൊക്കെ ഇറക്കി ഇറാനോട് നേർ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യമൊന്നും അമേരിക്കയ്ക്കില്ല. പണ്ട് ചെങ്കടലിൽ ഹൂത്തികൾ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ വലിയ പടക്കപ്പലുമായിട്ട് നാറ്റോ സഖ്യത്തെ മുഴുവൻ അവിടെ ഇറക്കിയ രാജ്യമാണ് അമേരിക്ക. എന്നിട്ട് എന്തായി? 1 മാസം പോലും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, പേടിച്ച് തിരിച്ചോടി. അങ്ങനെയുള്ള സമീപകാല ചരിത്രങ്ങളുണ്ട്. അത് ചെറിയൊരു ഗ്രൂപ്പായ ഹൂത്തികളോട് പോലും ജയിക്കാൻ കഴിയാത്ത അമേരിക്കയാണ് ഇനി ഇറാൻ്റെ നാവികസേനയും അന്തർവാഹിനികളെയൊക്കെ നേരിടാൻ വേണ്ടി ഹോർമുസ് കടലിടുക്കിലേക്ക് പോകാൻ പോകുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. അതായത് ഒന്ന് യുദ്ധം നടത്തി അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്ന വിധത്തിലേക്ക് ആ രാജ്യങ്ങളുടെ ഭൗമാന്തരീക്ഷത്തിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ട് കൊടുക്കുന്നൊരു ഭീഷണി. രണ്ടാമത്തെ കാര്യം ഈ ഹോർമുസ് കടലെടുക്ക് തന്നെയാണ്. അതിലെ എണ്ണ പുറത്തേക്ക് പോയില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ സാമ്പത്തിക സ്ഥിതി കുലുങ്ങും. എണ്ണ വിൽക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങൾ മുഴുവനും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? ഇസ്രായേൽ ഇനിയും ഇറാനെ ആക്രമിക്കൂ എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്തുനിന്ന് വേറൊരു സമ്മർദ്ദം കൊടുക്കും. ട്രംപ് ആണെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി, അമേരിക്കയുടെ ആയുധങ്ങൾ തീരുന്ന സാഹചര്യം, അമേരിക്ക കാത്തിരിക്കുന്ന വലിയ ദുരന്തങ്ങൾ, ലോകത്തിന് മുന്നിൽ ഈ യുദ്ധം ഏകപക്ഷീയമായി നിർത്തിയാൽ ഉണ്ടാകുന്ന നാണക്കേട്, ഇതൊക്കെ വിചാരിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും വിചാരിച്ചതുപോലെ എളുപ്പമല്ല ഈ ഇറാനിലെ കാര്യങ്ങൾ എന്ന്. ഇറാനെ തീർക്കുക അല്ലെങ്കിൽ ഇറാനെ അവസാനിപ്പിക്കുക, ഇറാനെ വരിഞ്ഞുകെട്ടുക എന്നുള്ള കാര്യമെന്ന് അമേരിക്കയ്ക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് ട്രംപിനൊരു സ്ഥിരതയില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ട്രംപ് പോകുന്നത്. ഈ യുദ്ധക്കൊതിയേക്കാൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡൊണാൾഡ് ട്രംപിന് എങ്ങനെയെങ്കിലും വരുമാനം കൈക്കലാക്കുക അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉയർച്ച ഉണ്ടാക്കുക എന്ന ലക്ഷ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത്. അതിനുവേണ്ടി എന്ത് പണി വേണമെങ്കിലും ഈ ഡൊണാൾഡ് ട്രംപ് നടത്തും. അങ്ങനെ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഈ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു ഉയർച്ച കാണുന്ന ഈ കെണികളിലൂടെ ഒക്കെ പോകുമ്പോൾ അത് മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാവത്തില്ലേ? അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറത്തില്ലേ? അല്ല, യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ലോകം നിശബ്ദമായി പോവും, സ്തബ്ധമായി പോവും, സ്വിച്ചിട്ട പോലെ നിന്നു പോവും. അത് വെറുതെ പറയുന്നതല്ല. കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നൊരു സാഹചര്യം ഉണ്ടായാലും ഇപ്പോൾ തന്നെ നിരവധി രാജ്യങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായ യുദ്ധത്തെ തുടർന്ന്. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ കുറേ രാജ്യങ്ങളുണ്ട്, പശ്ചിമേഷ്യയിലെ കുറേ രാജ്യങ്ങളുണ്ട്. വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന അവിടങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെങ്കടൽ ബ്ലോക്ക് ചെയ്ത സമയത്ത് വലിയ തോതിൽ വ്യാവസായിക മാന്ദ്യം ഇസ്രായേൽ അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. ചെറിയ തോതിലെങ്കിലും എന്നാൽ വ്യാപകമായി എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിധത്തിലുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇങ്ങനെ വരുമ്പോൾ ഇത് ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ തന്നെ വ്യവസായ മേഖലയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇനിയും ഈ യുദ്ധം നീണ്ടു കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ വ്യാപിക്കുന്നൊരു വലിയ പ്രശ്നമായിട്ട് മാറും. ഇത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇനിയിപ്പോൾ യുദ്ധം നിർത്താമെന്ന് അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചാൽ പോലും ഇത് പരിഹരിക്കാൻ, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. ഏത് പ്രശ്നം? ഈ ഹോർമുസ് കടലെടുക്ക്. കാരണം അത് ഇറാനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇറാൻ പറയാത്തിടത്തോളം കാലം ആ ഹോർമുസ് കടലെടുക്ക് തുറക്കാൻ കഴിയില്ല. അമേരിക്കയല്ല, ആര് എത്ര വലിയ പടക്കപ്പലുകളുമായി അങ്ങോട്ട് വന്നാലും അതിലെ എണ്ണ കടത്തി വിടണമോ എന്ന് എണ്ണ കമ്പനികൾ, എണ്ണ കപ്പലുകളുടെ ഉടമകളാണ് തീരുമാനിക്കുന്നത്. ഓരോ കപ്പലിനെയും വില എന്ന് പറഞ്ഞാൽ അത്രയധികം കോടികളാണ്. അപ്പോൾ അത് റിസ്ക് ചെയ്തിട്ട് ഒരു കപ്പൽ കമ്പനികളും എണ്ണ കൊണ്ടുപോകാം, അതിലെ ഈ പ്രശ്നം തീരാതെ എണ്ണ കൊണ്ടുപോകാമെന്ന് പറയില്ല. അപ്പോൾ അതുതന്നെയാണ് കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. അപ്പോൾ അമേരിക്ക മിലിറ്ററി സപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അതിലെ എണ്ണക്കമ്പനികൾ കപ്പലയക്കാൻ തയ്യാറാകുന്നില്ല. ഏതാണ്ട് 200-ലധികം എണ്ണക്കപ്പലുകൾ കെട്ടിക്കിടക്കുകയാണ്. അത് അവിടെ കിടക്കും തോറും, ഇനി കൂടുതൽ ദിവസങ്ങൾ കഴിയും തോറും ആ കപ്പലുകൾക്കും ഭീതിയുണ്ട്. കാരണം ഇറാൻ്റെ ഫോഴ്സ് ഏത് നിമിഷവും ഈ കപ്പലുകൾ ആക്രമിച്ചേക്കാം. ഏതാണ്ട് നാല് കപ്പലുകൾ ആദ്യഘട്ടത്തിൽ കത്തിക്കുകയും 10ഓളം കപ്പലുകൾക്ക് നേരെ ഇതോടകം ആക്രമണം നടക്കുകയും ചെയ്തതായി പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ അവിടെ, അതായത് യുദ്ധം ദിവസങ്ങളോളം കഴിയും തോറും അതീവ ഗുരുതരമായൊരു പ്രതിസന്ധിയായി ഇത് ലോകം മുഴുവൻ വ്യാപിക്കും. അതിന് ഉത്തരവാദികൾ അമേരിക്കയും ഇസ്രായേലും മാത്രമായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇറാൻ്റെ തലയിലിടാനുള്ള ശ്രമങ്ങളൊക്കെ, ഇറാൻ കാരണമല്ലേ ഞങ്ങൾ യുദ്ധം ചെയ്തത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ലോകം അംഗീകരിക്കില്ല, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളും അംഗീകരിക്കില്ല. ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തി ട്രംപിനെ കൊണ്ട് ഞങ്ങൾ ജയിച്ചേ യുദ്ധം നിർത്തുകയാണെന്ന് പറഞ്ഞ് പിന്നോട്ട് വലിപ്പിച്ചാലും ഇറാൻ അടി തുടരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇറാനെ പിടിച്ചു കെട്ടുന്നത് എങ്ങനെ എന്നുള്ളിടത്താണ് ഇനി ഈ യുദ്ധത്തിൻ്റെ ഗതി ഇരിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് പറയാം, അമേരിക്ക യുദ്ധം നിർത്തിയാൽ തീർന്നല്ലോ, അല്ലെങ്കിൽ അമേരിക്ക തീരുമാനിച്ചാൽ യുദ്ധം നിൽക്കുമല്ലോ എന്നാണ്. പക്ഷേ ഇപ്പോൾ അതല്ലേ യാഥാർത്ഥ്യം. അമേരിക്ക എന്നല്ല, ആര് വിചാരിച്ചാലും യുദ്ധം തീരില്ല. അതിന് ഇറാൻ വിചാരിക്കണം. ഇറാൻ ഇനി അങ്ങനെ വിചാരിക്കാനും സാധ്യതയില്ല. സകല എണ്ണത്തിനെയും പാഠം പഠിപ്പിച്ചിട്ടേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള തിരിച്ചടി കൊടുപ്പിച്ചിട്ടേ ഇവർ ചെയ്ത ക്രൂരകൃത്യത്തിൻ്റെ ഫലം
എല്ലാവരും സകല എണ്ണവും അനുഭവിച്ചിട്ടേ ഇറാൻ നിർത്താൻ സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം ഇനി അവർക്കൊന്നും നോക്കാനില്ല. അവരുടെ പരമാധികാരി കൊല്ലപ്പെടുന്നു, സൈനിക ഉന്നതർ ഒരു വലിയ ആക്രമണം നടക്കുന്നു, തുടർച്ചയായി അവരുടെ എണ്ണശാലകളിലേക്കും മറ്റിടങ്ങളിലേക്കും ഒക്കെ ആക്രമണം. ഇനി അവരെന്തിനാണെന്നേ സഹിക്കുന്നത്? ഇനി എന്തിനാണ് അവർ ഒത്തുതീർപ്പിന് തയ്യാറാകുന്നത്? അവരുടെ കണ്ണിൽ നിന്ന് നോക്കിയാൽ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനുള്ളിലേക്ക് കടന്നു കയറി ശത്രുക്കൾ ശക്തമായ ആക്രമണം നടത്തി മുച്ചൂടും മുടിച്ചിട്ട് നമുക്ക് സെറ്റിൽമെൻറ്റ് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒത്തുതീർപ്പിനെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ആ രാജ്യം എന്തിനാണ് ഇത് തയ്യാറാകുന്നത്? അവർ തയ്യാറാകില്ല. അത് തന്നെയാണ് അവരുടെ നിലപാട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖാംനെയി എന്ന് പറയുന്ന ആൾ അച്ഛനേക്കാൾ വലിയ തീവ്ര നിലപാടുകാരനാണ്. ഇതുവരെ നടത്തിയിട്ടുള്ള ഇറാൻ്റെ പല ഓപ്പറേഷനുകളുടെയും പിന്നിൽ മുഖ്യ സൂത്രധാരനായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അയാൾ പരമാധികാരിയാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ്റെ സന്ദേശം വ്യക്തമാണ്: നോ കോംപ്രമൈസ്, ഏറ്റവും മിനിമം നോ കോംപ്രമൈസ് എന്നുള്ളതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇറാൻ എന്ത് തീരുമാനിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഇനിയുള്ള ലോകത്തിൻ്റെ ഭാവി എന്ന് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറയാം.